ഹായ് ഓൾ. നമുക്കിന്ന് PSC പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു രോഗത്തെ പറ്റി നോക്കാം. ഗ്ലൂക്കോമയാണ്. ഇന്ന് അത് പറയാനുള്ള കാരണം ഇന്ന് മാർച്ച് 12 അപ്പോൾ ലോക ഗ്ലൂക്കോമ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മാർച്ച് 12. എന്താണ് ഗ്ലൂക്കോമ? കണ്ണിനെ ബാധിക്കുന്ന ഒരു രോഗാവസ്ഥയാണ് ഗ്ലൂക്കോമ. ഓക്കെ, എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കണ്ണിനുള്ളിലെ മർദ്ദം കൂടിയിട്ട് കണ്ണിനുള്ളിലുള്ള കോശങ്ങൾക്ക് നാശമുണ്ടാക്കി ഒരു അന്ധതയിലേക്ക് പോകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് ഗ്ലൂക്കോമ എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എങ്ങനെയാണ് കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കണ്ണിൽ 2 അറകളുണ്ട്. അക്വസ് അറ എന്നൊരറയും വിട്രിയസ് അറ എന്ന് മറ്റൊരറയും നമ്മുടെ കണ്ണിലുണ്ട്. ഓക്കെ, ഇതിൽ വിട്രിയസ് അറയാണ് നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു ആകൃതി അല്ലെങ്കിൽ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. വിട്രിയസ് അറയാണ്, അതാണ് വലുത്. ഓക്കെ, ഇനി ഒരു ചെറിയ അറയുണ്ട്, ആ അറയ്ക്ക് പറയുന്ന പേരാണ് അക്വസ് അറ. ഈ അക്വസ് അറയിൽ ഒരു ദ്രവം കാണപ്പെടുന്നുണ്ട്, ആ ദ്രവത്തിൻ്റെ പേരാണ് അക്വസ് ദ്രവം അല്ലെങ്കിൽ അക്വസ് ഹ്യൂമർ. ഇത് എവിടുന്നാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് രക്തത്തിൽ നിന്നാണ് ഈ ഒരു അക്വസ് ദ്രവം ഉണ്ടാകുന്നത്. ഈ ദ്രവത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നമ്മുടെ കണ്ണിനുള്ളിലുള്ള കോശങ്ങൾക്ക് ആവശ്യത്തിനുള്ള പോഷകങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ജോലി. ഓക്കെ, അപ്പോൾ ഈ രക്തത്തിൽ നിന്നുണ്ടാകുന്ന ഈ ഒരു ദ്രവം തൻ്റെ ജോലി കഴിഞ്ഞതിന് ശേഷം ഇത് രക്തത്തിലേക്ക് തന്നെ അബ്സോർബ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പുനരാകിരണം ചെയ്യപ്പെടുന്നു. അതല്ലാതെ അവിടെ ആ ഒരു അറയെ തന്നെ കെട്ടി നിൽക്കത്തില്ല. അതെന്ത് ചെയ്യും? അബ്സോർബ് ചെയ്ത് തിരിച്ച് രക്തത്തിലേക്ക് തന്നെ പോകും. എന്നാൽ ചില ആൾക്കാരിൽ പല കാരണങ്ങളെ കൊണ്ട് ഈ ഒരു പുനരാകിരണം കറക്റ്റായിട്ട് നടക്കത്തില്ല. ഓക്കെ, അതായത് അവിടെ ദ്രവം ഉണ്ടായി, പക്ഷേ ആ ദ്രവം തിരിച്ച് പൂർണ്ണമായിട്ടും രക്തത്തിലേക്ക് തന്നെ പോകുന്നില്ല, പുനരാകിരണം നടക്കുന്നില്ല. അങ്ങനെ വരുമ്പം അവിടെ ആ ദ്രവത്തിൻ്റെ അളവ് കൂടുകയും നമ്മുടെ കണ്ണിനുള്ളിൽ കൂടിയൊരു പ്രഷർ, ഒരു മർദ്ദം അനുഭവപ്പെടുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ അവിടെയുള്ള പ്രകാശഗ്രാഹി കോശങ്ങളും അതേപോലെ റെറ്റിനയ്ക്കുമൊക്കെ ചെറിയ ചെറിയ കേടുപാടുകളും നാശമൊക്കെ ഇത് ഉണ്ടാക്കും. അങ്ങനെ ബ്ലൈൻഡ്നെസ് അല്ലെങ്കിൽ അന്ധതയിലേക്ക് രോഗിക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ലേസർ സർജറിയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ രോഗത്തെ നമുക്ക് ഒരു പരിധിവരെ പിടിച്ചു നിർത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നത് മൂലം ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗ്ലൂക്കോമ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അക്വസ് ദ്രവത്തിൻ്റെ പുനരാകിരണം നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് ഗ്ലൂക്കോമ. പിന്നെ ഓർമ്മിക്കേണ്ട പോയിന്റ്, മാർച്ച് 12 ലോക ഗ്ലൂക്കോമ ദിനം.